ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പരിശീലന കളരിയിൽ റൂഫസ് അങ്കിൾ 55 വർഷം പൂർത്തിയാക്കി. നവതിയുടെ നിറവിൽ നിൽക്കുന്ന ഫുട്ബോൾ അങ്കിളിൽ നിന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന റൂഫസ് ഡിസൂസയുടെ ഫുട്ബോൾ ഹോക്കി പരിശീലനം ആരംഭിച്ചിട്ട് 5.5 പതിറ്റാണ്ട്. 1970 മെയ് 19 ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് റൂഫസ് ഡിസൂസ പരിശീലകന്റെ കുപ്പായമണിഞ്ഞത്. റൂഫസിന്റെ ഗുരുനാഥൻ അബുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാൻ ഇറങ്ങിയത്. അതൊരു തുടക്കമായിരുന്നു. ഈ 55 വർഷത്തെ കാലയളവിനുള്ളിൽ അദ്ദേഹം പരിശീലനം നൽകിയവരിൽ പലരും ഒളിമ്പ്യൻ, അന്തർദേശീയ താരങ്ങൾ വരെയായി. ഇന്ത്യൻ ജൂനിയർ, സബ് ജൂനിയർ ടീം ക്യാപ്റ്റന്മാർ, സർവീസസ് ക്യാപ്റ്റൻ, റെയിൽവേ ക്യാപ്റ്റൻ, കേരള ക്യാപ്റ്റൻ, യൂണിവേഴ്സിറ്റി ടീം ക്യാപ്റ്റന്മാർ തുടങ്ങി നിരവധി താരങ്ങളെയാണ് അദ്ദേഹം വാർത്തെടുത്തിട്ടുള്ളത്. മഴയായാലും റെയിൻകോട്ടോ കുടയോ ഇല്ലാതെ പരിശീലനം നൽകും. എന്നും വെളുപ്പിന് 5 മണിക്ക് റൂഫസ് ഗ്രൗണ്ടിലെത്തും. സൗജന്യ പരിശീലനമാണ് നൽകി വരുന്നത്. ആദ്യകാലത്ത് ശിഷ്യരുടെ വീട്ടിലെ സ്ഥിതി അറിഞ്ഞ് അവർക്ക് പരിശീലനത്തിന് ശേഷം പ്രാതലും ബസ് ഫെയറും നൽകിയിരുന്നതായി പ്രശസ്തരായ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഒരു പന്ത് എനിക്ക് എൻ്റെ അമ്മ ഒരു തുണിപ്പന്ത് തന്നു. എൻ്റെ അമ്മ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്, എൻ്റെ അച്ഛനൊരു ഹോക്കി പ്ലെയറാണ്. അപ്പോൾ എൻ്റെ അമ്മ ഒരു തുണിപ്പന്ത് തുണിയിൽ പന്ത് കഴിച്ചിട്ട് എന്നെ കൊണ്ടിങ്ങനെ ബാസ്കറ്റ് ബോൾ ഇറങ്ങി പിടിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് എൻ്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല. ഷെഡാപ്പ് എന്ന് പറഞ്ഞു മമ്മീനെ വഴക്ക് വന്നു. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ വന്നിട്ട് എന്നോട് അവർ വന്നിട്ട് മുണ്ടല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്ക് എന്താ കളിക്കാനാണ് പറഞ്ഞു. എനിക്ക് ഫുട്ബോൾ കളിക്കാനുണ്ട് ആഗ്രഹമുണ്ട്. ഇത് കേട്ട നീ ഫുട്ബോൾ കളി. അപ്പോൾ ഡാഡി പറഞ്ഞു ഹോക്കി കളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോക്കിയും ഫുട്ബോളും കളിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര സങ്കടമായി. അമ്മ ഓടിപ്പോയി മുറി പോയി. ടൂർണമെന്റുകൾക്ക് പോകുമ്പോൾ ചിലവുകൾ വഹിച്ചിരുന്നതും റൂഫസ് ആയിരുന്നുവെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഫുട്ബോളിൽ മാത്രമല്ല റൂഫസ് പരിശീലനം നൽകുന്നത്. ഹോക്കിയും അദ്ദേഹത്തിന്റെ ഇനമാണ്. ഫുട്ബോളിലും ഹോക്കിയിലും സംസ്ഥാന ടീമിന് പരിശീലനം നൽകുകയും ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ റൂഫസ് അങ്കിളാണ്. ജില്ലാ, സംസ്ഥാന, ദേശീയ ചതുരാഷ്ട്ര മത്സരങ്ങൾക്ക് പുറമെ തിരുക്കൊച്ചി സംസ്ഥാനമായിരുന്ന ഘട്ടത്തിൽ തിരുക്കൊച്ചിക്ക് വേണ്ടി റൂഫസ് ഫുട്ബോളും ഹോക്കിയും കളിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളി മാത്രമല്ല റൂഫസ് പഠിപ്പിക്കുന്നത്. കൃത്യനിഷ്ഠ, സ്വഭാവശുദ്ധി എന്നിവയും റൂഫസിന്റെ പരിശീലന പ്രത്യേകതയാണ്. ഫിഫ ഖത്തർ വേൾഡ് കപ്പിന്റെ പ്രൊമോയിൽ വിശേഷിപ്പിച്ചത് റൂഫസിനെ ഫുട്ബോൾ അങ്കിൾ എന്നാണ്. പരിശീലനത്തിനിടയിൽ കല്യാണം പോലും കഴിക്കാൻ റൂഫസ് മറന്നുവെന്ന് തന്നെ പറയാം. വിവാഹം കഴിച്ചാൽ തനിക്ക് 2-3 മക്കൾ ഉണ്ടാകും. എന്നാൽ തനിക്കിപ്പോൾ ആയിരക്കണക്കിന് മക്കളുണ്ട്. ശിഷ്യന്മാരെ എല്ലാവരെയും തന്റെ മക്കളെയാണ് താൻ കരുതുന്നതെന്ന് റൂഫസ് പറയുന്നു. കേരള തിരുക്കൊച്ചി 1954 തിരുക്കൊച്ചി സ്റ്റേറ്റ് ക്യാപ്റ്റനാണ്. 59 വരെ ഞാൻ ഇവിടെ കളിച്ചു പോകുന്നതാണ്. 59 മദ്രാസിൽ പോയി 61 തുടങ്ങി 68 വരെ ഞാൻ അവിടെ തമിഴ്നാട് ഹോക്കിയും ഫുട്ബോൾ കളിച്ചു. തിരിച്ചിവിടെ വന്ന് കൊച്ചിയിൽ വന്ന് 70 കോച്ചിങ് തുടങ്ങി. 69 എറണാകുളത്ത് ഹോക്കി നാഷണൽ കളിച്ച് 71 ജലണ്ടർ നാഷണൽസ് ഞാൻ ക്യാപ്റ്റനായി. ആ ഹോക്കി ഫുട്ബോൾ കളി നിർത്തിയിട്ട് എൻ്റെ കോച്ചിങ് തുടങ്ങി. ഇതെല്ലാം ഒരുപാട് എണ്ണമില്ല. എനിക്ക് തന്നെ എണ്ണയിൽ ഒരാൾക്ക് ഇവിടെ കളിക്കുന്ന എല്ലാ പണ്ടത്തെ പ്ലേയേഴ്സാണ്. പ്രധാനമന്ത്രിയുടെ പ്രഥമ ഫിറ്റ് ഇന്ത്യ അവാർഡ് മുതൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ റൂഫസിന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ കാണുന്നൊരു വ്യക്തിത്വമാണ് നമ്മുടെ റൂഫസ് അങ്കിള്. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പരിശീലിച്ചിട്ടുള്ളതും ഇദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്. അവരൊക്കെ ഇപ്പോൾ കോച്ചായി മാറി. ഫുട്ബോളിലും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 ടീമിൻ്റെയും 2 കളികളുടെ പരിശീലനം കൂടിയാണ്. അത് വല്ലാത്തൊരു ലക്ഷ്യമാണ്. വേറെ അങ്ങനെ ഉണ്ടോ എന്നുള്ള സംശയം തന്നെ. 5 പതിറ്റാണ്ടിലധികമായിട്ട് ഈ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൻ്റെ ഈ പുൽത്തകടികളെ നടത്തുന്നത് അദ്ദേഹമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.